കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിലെ ഉത്തരം കിട്ടാത്ത മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി തേടി പോലീസ്. ഒടുക്കംപിടിയിലായ രണ്ടാമത് രഞ്ജിത്തടക്കം 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. പുലർച്ചെ 5 മണിക്കാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. മാർച്ച് 14 മുതൽ കാണാതായ വിജിൽ മരിച്ചെന്ന് തെളിഞ്ഞത് കഴിഞ്ഞ മാസമാണ്. സുഹൃത്തുക്കളായ മൂവർ സംഘത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് രാസലഹരി ഉപയോഗിക്കുന്നതിനിടെയായിരുന്നു മരണം. സുഹൃത്ത് തന്നെയാണ് അമിത അളവിൽ രാസലഹരി വിജിലിന് കുത്തിവെച്ചത്. ശേഷം ബോധം പോയി, പിന്നീട് മരിച്ചു. ലഹരി ഉപയോഗമടക്കം മറച്ചുവെക്കാൻ ഒരു ദിവസത്തിന് ശേഷം ബോധം വന്ന മൂവർ സംഘം വിജിലിന്റെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തുകയായിരുന്നു. 8 ദിവസം നീണ്ടുനിന്ന ഏറെ ദുഷ്കരമായ തിരച്ചിൽ ദൗത്യത്തിനൊടുവിലായിരുന്നു വിജിലിന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൾ കണ്ടെത്തിയത്. മറ്റന്നാൾ ചതുപ്പിൽ നിന്ന് ലഭിച്ച അസ്ഥികളുടെ DNA സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കും. അതിന് മുന്നോടിയായാണ് മൂവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായും അറിയേണ്ടത് വീര്യം കൂടിയ ലഹരി മരുന്ന് യുവാക്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ്. പ്രതികളുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പ്രതികൾ ഒഴിഞ്ഞുമാറുകയാണ്. പ്രതികൾ ലഹരിക്ക് അടിമയാണോ എന്ന് പരിശോധിക്കാൻ 3 പേരുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുന്നതിനാൽ വൈകിട്ടോടെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. രണ്ടാം പ്രതി രഞ്ജിത്തിനെയും വിജിലിനെ കെട്ടിത്താഴ്ത്തിയ സരോവരം ബയോപാർക്കിലെ ചതുപ്പിലെത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുത്തിരുന്നു. DNA പരിശോധനാ ഫലം വന്ന ശേഷം മൃതദേഹാസ്ഥികൾ കുടുംബത്തിന് കൈമാറും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.